പരിശോധിച്ച് നോക്കണം. അപ്പോൾ അവിടെ അടുത്ത മെറ്റീരിയൽ ഒന്ന് കിട്ടി. ഇതിലൊക്കെ ഒരട ഉണ്ടില്ലേ, ഒരട പണിതൊക്കെയുണ്ട്. ഓക്കെ, നമ്മൾ ഈ കോളനി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ വളർച്ച കമ്മിയായിട്ട് ഇതിന് നമ്മളങ്ങനെ വെറുതെ വിട്ടതാണ്, ഉപേക്ഷിച്ചതാണ്. ഏകദേശം അന്നത്ര ഒരു രണ്ടാമത്തെ അട കെട്ടുന്നേ ഉള്ളൂ. അപ്പോൾ പഴയ റാണിയാണ്, പെർഫോമൻസ് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചു. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ചെറുതേനീച്ച കോളനികൾ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും അതിൽ സെല്ലായിക്കോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം തുറന്നു നോക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ഈച്ച ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് നമ്മൾ ലൈവായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ കോളനി ഇതിൻ്റെ അട എടുത്ത് പരിശോധിക്കുന്ന തൊട്ട് സൂപ്പർ വെക്കുന്നത് വരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളിതിൽ പറയുന്നുണ്ട്. അപ്പം റാണി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും പിന്നെ പഴയ റാണീൻ്റെ പെർഫോമൻസ് കൂട്ടാനൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ പറയാൻ പോകുന്നുണ്ടാവും. അപ്പം ചില റാണികൾ പഴയ റാണിയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നു, നല്ല പെർഫോമൻസ് ആയിരിക്കും. നല്ല ശക്തമായിട്ടുള്ള മാതൃകോളനിയിൽ നിന്നുണ്ടാകുന്ന റാണിയാണെന്നുണ്ടെങ്കിൽ നല്ല 2-3 വർഷമായാലും നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. നല്ല പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണീച്ചൻ്റെ മുട്ട കുറവും വേലക്കാരി ഈച്ചയുടെ മുട്ട ധാരാളം ഇടുകയും രോഗമില്ലാത്ത അവസ്ഥയാണ് നല്ല റാണി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കോളനി പരിശോധിക്കുകയാണ്. അപ്പം ജസ്റ്റ് നമ്മൾ 2 തട്ട് ഇട്ട് കൊടുക്കാം, കാരണം കുറേ കാലത്തിന് മുമ്പല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് നമ്മൾ വേറെ കൂട്ടത്തെ സൂപ്പറാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ മേലെ ഇത് വെച്ചു, അതിൻ്റെ മേലെയാണ് നമ്മൾ എന്ത് ചെയ്യും മൂടി വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അവർ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡും എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ചെറുങ്ങനെ മാത്രം, ഈച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജാമായി കുത്തും. എന്നിട്ട് നമ്മൾ പതുക്കെ എന്ത് ചെയ്യുക, പൊക്കുക. കുറച്ച് നേരം അവിടെ അനങ്ങാണ്ട് വെക്കുക, 2-3 സെക്കൻഡ്. എന്നിട്ട് പതുക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ പൊക്കുക. ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നോക്കട്ടെ എന്താ സ്ഥിതിയെന്ന്. കണ്ടോ, ഇത് നമ്മൾ അന്ന് തീറ്റ കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഈച്ച ഉണ്ടോ മൂടിയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം അന്നത്തെ തീറ്റ പാത്രമാണ്, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം, നമ്മൾ കാണിച്ചു തരാം. അപ്പം ഇത് നമ്മളിവിടെ വെച്ചു. ഓക്കെ, അപ്പോൾ ഈ ഈച്ച ശാന്തമായി. ഇനി ഇത്രയും ഈച്ച തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് സ്മോക്കർ എടുത്തിട്ട് ഒന്ന് കുത്തി. കുറേ കാലമായി തുറക്കാത്തതുകൊണ്ട് തന്നെ നല്ല നെറ്റിക്കൊരു കുത്തി കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ കൂടൊക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, മുഖാവരണി എടുക്കുക. ഞാൻ മുഖാവരണി വീട്ടിൽ വെച്ച് പോയി, കണ്ടാ മുള്ളുണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ മുകൾ വശത്തേക്ക് കുത്താൻ റെഡിയായി നിൽക്കുന്ന വേലക്കാരി ഈച്ചകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് സ്മോക്ക് ചെയ്തിട്ട് അതിനൊന്ന് താഴോട്ട് ഇറക്കണം. ജസ്റ്റ് ഒരു സ്മോക്ക് കൊടുത്താൽ മതി. സ്മോക്കർ ചൂടാണെന്നുണ്ടെങ്കിൽ ഈച്ച കുത്താനുള്ള പ്രവണത കൂടും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യും, മേലെ കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്താൻ പ്രവണത കാണിക്കുന്ന ഈച്ചേനെ ഒന്ന് നമ്മൾ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഇട്ട് കൊടുക്കുക, ഒന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാ നന്നായിട്ട് വേലക്കാരി ഈച്ചേനെ മുട്ടയുണ്ട്, അതുപോലെ തന്നെ ആണീച്ചേനെ മുട്ടയുണ്ട്. നമുക്ക് ഓരോ അടയും പരിശോധിച്ചിട്ട് ഇതിൻ്റെ നിലവാരം എത്രത്തോളം ഉണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ 6 അടയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പതുക്കെ അട പരിശോധിക്കുകയാണ്. ഓക്കെ, ഈച്ച ചിലപ്പം കുത്തും. ഇവിടെ അത്യാവശ്യമാണ്, ഇത് അത്യാവശ്യം നല്ലൊരു അടയാണ്. ഒരു സെല്ല് കെട്ടിക്കോ നമ്മൾ നോക്കാം. സെല്ല് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പയറാണി സെല്ല് കെട്ടുന്ന പ്രവണത കൂടും. ഈച്ചകൾ പേടിയായിട്ട് തായോട്ടേക്ക് തന്നെ മാറുന്നുണ്ട്. ചില ഈച്ചകൾ അങ്ങനെയാണ്. ഇവിടെ ഉണ്ടല്ലോ ഒരു സെല്ല്. അപ്പോൾ ഇവർ പറന്നു പോകാനുള്ള ഒരു സമയം ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവർ സെല്ല് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 5 ദിവസം കൂടുമ്പോൾ ഇനി ഈ സെല്ല് പരിശോധിക്കണം, ഈ കൂട് പരിശോധിച്ച് നോക്കണം. അപ്പോൾ അവിടെ അടുത്ത മെറ്റീരിയൽ ഒന്ന് കിട്ടി. ഈ കോളനി പരിശോധിക്കാൻ പോവാണ്, കാരണം മുഖത്തൊക്കെ കുത്തി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുഖാവരണം എടുത്തതിന് ശേഷം ഈ ഇതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ ഒന്നാമത്തട ചാരി വെച്ചു. നമ്മൾ ബാക്കി അടകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കും. കുത്തുന്നു നിരത്തി കുത്താം. പക്ഷെ നമ്മൾ ഇതിൻ്റെ മുമ്പിൽ കീഴടങ്ങാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് മേലെ ഭാഗം പുകച്ച് നമ്മൾ 5ാമത്തെ അട. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളന്ന് കാലി ഫ്രെയിമിന് കിട്ടാത്തതുകൊണ്ട് നമ്മൾ
ഇത് വെച്ചുകൊടുത്തതാണ്. പക്ഷേ ഇതിലെന്തെയ്യുന്നു ഒരു അവിടെ കണ്ട ഇതിൽ കണ്ടില്ല ഇവിടുത്തെ ഷെല്ല്. നമുക്കിത് എന്ത് ചെയ്യാം, സൂപ്പറിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ റാണി ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. കണ്ടാ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വേലക്കാർ ചെയ്യും. ഇത് നമുക്ക് ഒഴിവായി കൊടുക്കാം. ഇത് നമുക്ക് സൂപ്പർ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. ഈച്ച നന്നായിട്ട് കുത്തുണ്ട് കേട്ടോ, കാരണം കുറേ കാലമായിട്ട് തുറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ തീരെ തുറക്കാനൊന്നും നിൽക്കരുത്, എപ്പോഴും തുറന്നു നോക്കരുത്. ആ ഒരു രീതിയിലായിരിക്കണം കാര്യങ്ങൾ. ഇപ്പം അടുത്ത പ്രാവശ്യം ഈച്ച സ്വാഭാവികമായിട്ട് കുത്ത് കുറയും ഇല്ലേ. ആണീച്ചനെ മുട്ട ധാരാളം ഉണ്ട്. ഇപ്പം നമ്മൾ ചെത്താനോ പിടിക്കാനൊന്നും നിൽക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ നേരെ ഒരട ഫ്രീ ആക്കി ഇട്ട് കൊടുക്കുകയാണ്. സെല്ലുണ്ടെങ്കിൽ പൊട്ടിച്ച് കളയുന്നു, ഒരട ഫ്രീ ആക്കി ഇട്ട് കൊടുക്കുന്നു, സൂപ്പർ കയറ്റുന്നു. അതുമാത്രം നമ്മൾ ഇന്ന് ചെയ്യുന്നുള്ളൂ. ഒരു ദിവസം തന്നെ നമ്മൾ എല്ലാ പണിയും കൊടുക്കരുത്, അത് ഈച്ചയ്ക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. ഇത് നല്ല വേലക്കാരി ഈച്ചൻ്റെ ഇട. സെല്ലുണ്ടോ നോക്കാണ്. ഇതിൽ സെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടില്ലേ, നല്ല അടയാണ്. മൂന്നാമത്തെ അട നല്ല വേലക്കാരി ഈച്ചൻ്റെ ഇട. നമ്മളിനി അടുത്ത അട ജസ്റ്റ് നോക്കാം. വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈച്ച ജാമായി കഴിഞ്ഞാൽ നന്നായിട്ട് കുത്തു മേടിക്കേണ്ടി വരും. ഓക്കെ, ഇതും നല്ലോണം വേലക്കാരി ഈച്ചൻ്റെ എല്ലാം കുത്തി ഇതും നല്ല സൂപ്പർ അടയാണ്. രണ്ട് സൈഡ് നോക്കട്ടെ, രണ്ട് സൈഡ് നല്ല അട. ഇതൊക്കെ വിരിഞ്ഞിറങ്ങുമ്പോഴേക്കും നല്ല സ്ട്രെങ്ത് ആവശ്യം. ചന്ദന അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. പിന്നെ ഇവിടെ തേന് എന്താണെന്നില്ല കുറയുന്നത്. അപ്പോൾ പല ആളുകളും തേനില്ലാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം പറഞ്ഞുതരാം. പരിഹാരം നമ്മൾ പ്രകൃതി തന്നെ ഉണ്ട്. അതിൻ്റെ പരിഹാരം നമുക്ക് ഒരടയും കൂടെ നോക്കാനുള്ളൂ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ പരിപാടി ഒരടയും നമ്മൾ നോക്കാൻ വിട്ടുപോയത്. ഓ മൈ ഗോഡ്, ഇതൊക്കെ നല്ലോണം വേലക്കാരി ഈച്ചനെ ഒട്ടിയുണ്ട്, ആണീച്ചനെ ഒട്ടിയുണ്ട്. ഇത് നമ്മൾ ഒന്നും ആക്കുന്നില്ല, അങ്ങനെ വെക്കുകയാണ്. ഇവിടെ കാറ്റുണ്ട് കേട്ടോ. കാറ്റുള്ള സമയത്ത് നോക്കിയാൽ കുത്തു കൂടും. കാരണം ഈച്ചക്ക് ഒരു സ്റ്റേഷൻ കിട്ടൂല നോക്കുന്നത് നമുക്കും. ചെയ്തു നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിഭയങ്കരമായിട്ട് കുത്തുക. കുത്തു കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കയ്യൊറ എടുക്കാൻ വിട്ടുപോയി. അപ്പം നമ്മൾ തോർത്തും കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ആക്കി നമ്മൾ തോർത്തും കൊണ്ട് കൈ ചുറ്റിയിട്ട് എടുക്കാനുള്ള പരിപാടിയാണ്.
കുറച്ചൊന്നും കൂടെ ഉള്ളൂ. ഈച്ചേനെ പതുക്കെ നമ്മൾ ബ്രൂഡ് അടിയിലുള്ള ആ ഗ്യാപ്പിലേക്ക് കയറ്റി വിടുകയാണ്. അപ്പോൾ ഈച്ചകൾ കൂട്ടിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറി മുഴുവനായിട്ട് അങ്ങ് ഇറങ്ങിക്കോളും. ആ ഭാഗത്ത് പിന്നെ ഈച്ച കൂടി നിന്ന് അപ്പം നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ കുറച്ചും കൂടി ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഫ്രെയിം പതുക്കെ മാറ്റി കൊടുക്കുകയാണ്. അപ്പം കുറച്ചും കൂടി വേഗതയിൽ ഈച്ച കോളനി പിന്നെ തേനീച്ചകൾ ഉള്ളിലോട്ട് കയറും. ഇനി നമുക്ക് പ്രധാനമായിട്ട് എന്ത് വേണം, ഒരു സാധനം വേണം. സൂപ്പറിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നേരെ ഉണ്ടോ അറ്റ ഭാഗം ഏകദേശം. ഇതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, എങ്കിലിത് നമ്മൾ ഏകദേശം ഫുള്ളായിട്ട് ഫ്രെയിം ഉണ്ട്. ഇവിടെ മുട്ടിക്കുകയും ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളെന്ത് ചെയ്യാണ്, ഇതിൻ്റെ അടകളൊക്കെ എന്ത് ചെയ്യുക, അടകളൊക്കെ ചെത്തിക്കളയുക. ഇനി ഇതിൽ ഇവർ തേൻ നിറക്കാനുള്ള സൗകര്യമാണ് നമ്മളിനി ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഭാഗത്ത് തേനില്ല, അതുകൊണ്ട് നമുക്ക് ഈ കോളനിയിൽ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാണ്ട് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. ഓക്കെ, ഇപ്പം തേൻ്റെ സീസൺ ആയതുകൊണ്ട് നമ്മൾ വേലക്കാരി ഈച്ചേനെ നോക്കൊന്നും വേണ്ട, അങ്ങോട്ട് ചെത്തിക്കളയാം. ബിരിയാറായത് മാത്രം കേട്ടോ.
ഇതെന്തായാലും മുറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, തലയിൽ തന്നെ ഇട്ടുള്ളൂ. ഓക്കെ, ഇതിവിടെ വെച്ചു. ഇതിൻ്റെ സൈഡ് ഭാഗത്തുനിന്ന് ലെവലാക്കി. ഇതിൽ കുറച്ച് നൂൽമുട്ടയൊക്കെ ഉണ്ട്, അത് നമുക്ക് വെള്ളം അടിച്ച് കളയണം. ജസ്റ്റ് വെള്ളം അടിച്ചു. ഓക്കെ, അത് റെഡി. ഇപ്പോൾ മേലെ ഇതിങ്ങനെ ഉണ്ടായിരുന്നു, അത് നമ്മൾ നേരെ താഴെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ റബ്ബർ ബാൻഡ്, ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അത് റെഡി. ഇനി ഇത് നമുക്ക് സൂപ്പറിലേക്ക് എന്ത് ചെയ്യാം, ഒരു ഫൗണ്ടേഷനായിട്ട് വെച്ച് കൊടുക്കാം. ഇത് നീച്ചിൻ്റെ അവിടെ ജസ്റ്റ് അടിച്ചാൽ മതി, കാരണം അവിടെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യത കൊടുത്തു. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടതിനെ ഇപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു മൂല പിടിച്ച് കിട്ടും. അപ്പം അത് രണ്ട് റെഡിയായി. 6ാമത്തെ ഫ്രെയിമായിട്ട് വെച്ച് കൊടുക്കാം. ഈ ഇടയിൽ ചെയ്തത് ഇതിലേക്ക് ഇതിൻ്റെ മേലെ റാണി ഉണ്ടോയെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈച്ച വെരി അഗ്രസീവ്. ഇനി ഈ ഈച്ച നമ്മൾ എന്ത് ചെയ്യാണ്, അതിലേക്ക് ഇറക്കി കൊടുക്കണം. ഇത് പതുക്കെ നമ്മൾ എടുക്കാൻ പോവാണ്. ഇതിലൊക്കെ ഒരട ഉണ്ടില്ലേ, ഒരട പണിതൊക്കെയുണ്ട്. ഓക്കെ, നല്ല ടൈറ്റാണ്. ഇതിനുള്ളിലേക്ക് അട ഉണ്ട്. പതുക്കെ പൊക്കുക. ഇതാ പതുക്കെ പൊക്കുമ്പോൾ തന്നെ ഫുള്ള് തേനറിയാണ്. ഇതൊക്കെ ചിലപ്പോൾ ഇതിൽ റാണി ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മളെ തീറ്റ പാത്രത്തിൽ തേനീച്ചകളെ കൂടിയിട്ട് നമ്മൾ കൂട്ടിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം ഈച്ച ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കുകയാണ്, 2ാമത്തെ സൂപ്പർ കൂടി വെച്ച് അതിലൊരു ഫ്രെയിം കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ മുടിയിലെ അടകളൊക്കെ പതുക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് ആ അടപ്പയിൽ ഇറക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ കോളനി നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിച്ച് അതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പം എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു സ്പേസ് കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈച്ച അധികം ചാവാതെ കിട്ടും. അപ്പോൾ അത് റെഡി. ഇവിടെ കുറച്ച് ചൂട് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് ചെറിയൊരു എയർ സർക്കുലേഷൻ അതിൽ കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ചെറിയൊരു കമ്പെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കമ്പെടുക്കട്ടെ. അത് വെച്ചു. ഈ കൂട് ചെറിയൊരു ചെരുവുണ്ട്, എന്താ സംഭവിച്ചത് അവിടെ? ഇവിടെ ചെറിയൊരു തകരാറ്. ഓക്കെ, ഇപ്പം അത് റെഡി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നന്നായിട്ട് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഈ കൂടുതൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ടൈറ്റിൽ കെട്ടണം. കാരണം പൂച്ചി പട്ടിയൊക്കെ ഉണ്ടാവും, അങ്ങാനൊന്ന് തട്ടിപ്പോയാൽ മറിയും. അങ്ങനെ വെച്ചു, നല്ലോണം ടൈറ്റായിട്ട് വലിഞ്ഞ് മുറുക്കി
ഈ നൈലോണിൻ്റെ ഒരു കയറുണ്ട്, മാർത്താണ്ഡ കയറൊക്കെ യൂസ് ചെയ്യുന്നത്, നല്ല കയർ. അപ്പോൾ അത് വെച്ചു. നമ്മൾ ചെയ്തത് ഇത് വെച്ചു. നല്ല ചൂടാണ്, കുറച്ച് വലിയ കാർബോർഡും പീസ് വെക്കുന്നത്. എന്നിട്ട് ഇത് വെച്ചു. ബീത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ ബ്രൂഡ് ചാമ്പറത്തെ ഫ്രെയിം നമ്മൾ സൂപ്പറത്തെ ഫ്രെയിമാണ് വെച്ച് ആ ബ്രൂഡ് ചാമ്പറത്തെ ഫ്രെയിം എടുത്തിട്ട് എന്ത് ചെയ്യും, 2-3 ദിവസം കഴിയുമ്പോൾ അത് ഫുള്ളാകുമ്പോൾ മാറ്റിയിട്ട് പിന്നെ സാധാ ഫ്രെയിം തന്നെ വെച്ച് കൊടുക്കും. ഓക്കെ, പിന്നെ സൂപ്പറിൽ എന്ത് ചെയ്യും, ചെറിയൊരു മാറ്റമൊക്കെ വരുത്തുക. ഇതിൻ്റെ അപ്ഡേഷൻ എന്തായാലും വരുന്ന വീഡിയോസിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് സ്ഥലം കറക്റ്റ് പടിഞ്ഞാറത്ര, വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്ര തെങ്ങുമുണ്ട പോകുന്ന വഴി ഉണ്ണിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. എൻ്റെ തറവാടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറൊന്നും ഇല്ല, ഇവിടെ ഉള്ളത് കപ്പത്തോട്ടാണ്. അപ്പോൾ ഈ തേനീച്ചക്കൂടിൻ്റെ നേരെ ബാക്കിൽ ഫുൾ കപ്പത്തോട്ടാണ്. പിന്നെ അപ്പുറ സൈഡൊക്കെ കവുങ്ങ്, വാഴ, തെങ്ങ് അങ്ങനത്തെയൊക്കെയാണ്. അപ്പം പറഞ്ഞു വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തേനീച്ച കോളനി വെച്ചാൽ ഇവർക്ക് പൂമ്പടി നന്നായിട്ട് കിട്ടും. പക്ഷേ തേന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ കൊമേഴ്ഷ്യലായിട്ട് ഒരു മിനിമം ഒരു 10 കിലോയെങ്കിലും കിട്ടിയാൽ നമുക്ക് ഒക്കുള്ളൂ. വയനാട് ജില്ലയിൽ 2-3 കിലോയൊക്കെയാണ് സാധാരണഗതിയിൽ കിട്ടാറ്. അപ്പോൾ ചില സമയത്തൊക്കെ 10 കിലോ 12 കിലോ ഒക്കെ കിട്ടലുണ്ട് റബ്ബർ തോട്ടത്തിൽ വെച്ചാൽ തന്നെ. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പോയ 2-3 കിലോ കിട്ടിയാൽ കിട്ടി. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഇത്രയും ഇതിനെ പോറ്റിയതുകൊണ്ട് ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് ഒക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തേനിൻ്റെ സ്രോതസ് ഇല്ല എന്നത് കാരണത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് നമ്മൾ മറ്റൊരു സൈറ്റിലേക്ക് റബ്ബർ തോട്ടമുള്ള അല്ലെങ്കിൽ നല്ല ഫോറസ്റ്റ് ഉള്ള മറ്റൊരു സൈറ്റിലേക്ക് നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് മാറ്റും. ഇവിടെ നിലവിലിപ്പോൾ തേൻ്റെ സീസൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തേൻ്റെ സീസൺ തുടങ്ങിയിട്ടുണ്ട്, ഇവർ അടയൊക്കെ കെട്ടിയിട്ടുണ്ട് സൂപ്പറിലേക്ക് കെട്ടാനുള്ള. പക്ഷേ എന്തില്ല, തേനില്ല. അപ്പോൾ ആയതിനാൽ തന്നെ നമ്മൾ തേനുള്ള ഒരു സ്രോതസ്സിലേക്ക് മാറ്റാണ്. അപ്പം ചില ആളുകൾക്ക് വീടിൻ്റെ പരിസരത്തൊക്കെ കൂട് വെച്ചിട്ടുണ്ട് ഒരു പാഷൻ എന്ന നിലയിൽ. അപ്പം അതിൽ നിന്ന് മതിയായ തേന് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തേനുള്ള സ്ഥലത്തേക്ക് ഈ സീസൺ സമയത്ത് മാറ്റാം. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ചിലവോ ഒരു കാറിൻ്റെ ചിലവോ പെട്രോൾ ചിലവേ ആവുള്ളൂ. പക്ഷേ നന്നായിട്ട് നമുക്ക് തേൻ കിട്ടിക്കഴിഞ്ഞാൽ 1 കിലോ തേൻ്റെ പൈസയ്ക്ക് നമുക്ക് എക്സ്പെൻസിൽ നമുക്ക് കഴിച്ചാൽ തന്നെ ബാക്കി നമുക്ക് ലാഭമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തേൻ്റെ സ്രോതസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കോളനി മാറ്റിയിട്ട് എന്ത് ചെയ്യുക, പിന്നെ മറ്റു സ്ഥലത്തേക്ക് തേൻ്റെ സ്രോതസ്സുള്ള സ്ഥലത്തേക്ക് വെക്കുക. എന്നിട്ട് തേൻ്റെ സീസൺ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ പൂമ്പടി കിട്ടുന്ന പ്രദേശത്തൊക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കഷ്ടപ്പെടുന്നുണ്ട്, ആഴ്ചക്ക് മഴക്കാലത്ത് തേനീച്ചക്ക് ഫീഡിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ തേൻ്റെ സീസൺ ആകുന്ന സമയത്ത് നമുക്ക് തേൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേക്ക് വെറുതെ ആവും. ഈച്ചനെ വെറുതെ പോയിട്ട് കാര്യമില്ല, അതിൽ നമുക്കൊരു ഉൽപ്പാദനം കിട്ടണ്ടേ. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു തേൻ്റെ വിളവ് കാലം നിങ്ങൾക്കൊക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി തുടർന്ന് നമ്മൾ ഓരോ കോളനിയിലും ചെയ്തു കൊടുക്കേണ്ട വർക്കുകളുണ്ട്. ഇപ്പോൾ ചില കോളനിയിലൊക്കെ റാണി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റാണി സൂപ്പർ കയറിയ പെട്ടിയിൽ റാണി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിലേക്ക് എന്തായാലും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പരമാവധി ടൈം ഒപ്പിച്ചുകൊണ്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് കൂടുതൽ ആളുകൾക്കൊക്കെ അത് ഉപകാരപ്പെടുന്ന പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വരുന്ന തലമുറയൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഈ മേഖലയിൽ കുറവാണ്. അപ്പോൾ വരുന്ന തലമുറയൊക്കെ എന്ത് ചെയ്യുക, തേനീച്ച കൃഷിയിലേക്ക് വരുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഒരു ബീ കീപ്പിങ്ങിൻ്റെ പോസിബിലിറ്റീസിനെ നമുക്ക് കൂട്ടേണ്ടതുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പം മറ്റൊരു വീഡിയോസിൽ നമുക്ക് കാണാം.